വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ മന്ത് ഒരു മാരേജ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നാട്ടിൽ പോയിട്ടുള്ള ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കുക. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. ഞങ്ങൾ സ്റ്റുഡിയോക്കാണ് നേരെ പോണത്. കോളേജ് സൺഡേ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതാ ബ്രദറിനായിട്ട് നേരെ പോണത് സ്റ്റുഡിയോക്കാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസത്തെ ഡ്രസ്സ് എടുക്കാമെന്നുള്ള രീതിക്ക് അങ്ങനെ ഇറങ്ങിയതാണ്. തലേദിവസം എല്ലാവരും പിങ്ക് കളർ കോഡാണ് കേട്ടോ കല്യാണത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതാ പിങ്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല പിങ്ക് കളറ് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ക്രോപ്പ് ഷോട്ടും നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷനായി, ജീൻസിനുള്ള ടോപ്പ് എടുക്കണോ അതോ വേറെ ടൈപ്പ് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണോ എന്നങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രോപ്പ് ഷർട്ടൊക്കെ ഉണ്ടല്ലോ, സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എന്തോ തലേദിവസത്തിന് എപ്പോഴും ജീൻസിന് ടോപ്പ് എടുക്കണോണ്ട് ഇപ്രാവശ്യം അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ M5 മാളിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയും അതെ ഇതുപോലെ തന്നെ ജീൻസിന് പറ്റിയിട്ടുള്ള ടോപ്സൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ പിങ്ക് കളറിൽ കുറവായിരുന്നു ഉണ്ടായിരുന്നത് കളക്ഷൻസ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഒരു കുർത്തി കണ്ടില്ല പിങ്ക്, അത് 800 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ ആ ഒരു ട്രെൻഡ് പോയല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ അതും എടുത്തിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചധികം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഉച്ചയ്ക്ക് അധികം ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒരു മാഗി വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നോർമൽ മാഗി അല്ല കേട്ടോ, ചീസി മാഗി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ PGക്ക് കയറാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എവിടെ നിന്നും ഒരു മറ്റേ ചാറ്റ്സ് ഇല്ല, അതിൻ്റെ ക്രേവിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാറ്റ്സും കൂടി കഴിച്ചിട്ട് അങ്ങനെ നേരെ PG കയറാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ ചാറ്റ്സ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ബാംഗ്ലൂർ ഇപ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മസാലപ്പൂരി നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു മസാലപ്പൂരി അങ്ങനെ പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കഴിച്ച് നോക്കി. ഞങ്ങൾക്ക് മസാലപ്പൂരി തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്. പാനിപ്പൂരി ഓക്കെയാണ്, പക്ഷേ എന്തോ നല്ല അടിപൊളിയൊന്നും പറയാൻ പറ്റത്തില്ല, കഴിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് എന്തോ മസാലപ്പൂരി നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആ ഒരു വീക്ക് തന്നെ കോളേജ് എന്തോ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ദിവസം അങ്ങനെ ഞങ്ങളും ബ്രദറും ഇതാ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നേരെ മജസ്റ്റിക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറുണ്ട് കേട്ടോ മജസ്റ്റിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വേഗം ബസ്സിലൊക്കെ കയറി ഞങ്ങളൊരു 2:30 ആയിട്ടുണ്ടാവും കേട്ടോ ഇറങ്ങുമ്പോൾ. അങ്ങനെ അവിടെ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വലിയ രീതിയിൽ ബ്ലോക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞങ്ങൾ നോക്കുന്നത് തലേദിവസത്തെ ഒരു പിങ്ക് കളർ ഡ്രസ്സില്ലേ, അതാണ് നോക്കാൻ വേണ്ടി കയറിയിട്ടുള്ളത്. ഞങ്ങൾ കയറുന്ന കടയിലൊക്കെ ഒന്നെങ്കിൽ പിങ്ക് കളർ രണ്ടാൾക്കും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ പിങ്ക് കളർ ഉണ്ടാകത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു ഡ്രസ്സില്ലേ അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് പ്ലെയിൻ ആയിട്ട് തോന്നി. അങ്ങനെ സെക്കൻഡ് ഡ്രസ്സ് എടുത്തു, അത് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ബാക്കി കടയിലും കൂടെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാന്നുള്ള രീതിക്ക് അങ്ങനെ അത് അവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ റിസപ്ഷൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. റിസപ്ഷനിൽ നമുക്ക് ലാച്ച് അല്ലെങ്കിൽ ഗൗൺ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഈ ഒരു മസ്റ്റേർഡ് യെല്ലോയും പിന്നെ വൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ കളർ ഓപ്ഷൻ ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ആ വൈറ്റും മസ്റ്റേർഡ് യെല്ലോ ആയിരുന്നു. അപ്പോൾ ഇവിടെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഡ്രസ്സൊക്കെ എടുത്തു. തലേദിവസത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മറ്റേ ഡ്രസ്സ് എടുത്ത് വെച്ചത് ഒരെണ്ണം തന്നെ അതും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേറൊരു കടയിൽ ഡിസ്പ്ലേയിൽ കിടക്കണ ആ ഒരു ഡ്രസ്സ് എടുത്തു. നമ്മൾ കൂടുതൽ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് എന്താ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ബസ്സിന് കുറേ നേരം നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. നമുക്ക് കുറേ ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിന്ന് വരേണ്ടി വരും അതുവരെ. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എത്തി നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ PGക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ക്ലിപ്പാണ്. നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ക്ലിപ്സേ ഉള്ളൂ. അവിടെ പോയിട്ട് നമ്മൾ നാട്ടിലെത്തിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് ഉള്ളത്.
അപ്പോൾ നമ്മൾ നാട്ടിലെത്തി നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. എത്തിയിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ എത്തുന്ന ദിവസമാണ് നമ്മുടെ മാരേജിൻ്റെ തലേ ദിവസം. സോ ഞങ്ങൾ ഒട്ടും സമയം കളയാണ്ട് എത്തിയപ്പോൾ എന്നെ കുളിച്ച് റെഡി ആയിട്ട് ഇപ്പോൾ ഇതാ ഗുരുവായൂർ വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് തലേ ദിവസം ഇടാനുള്ള കമ്മല്, പിന്നെ റിസപ്ഷൻ്റെ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ ഗുരുവായൂർ പ്രിയങ്കയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്താ ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്യാനുണ്ട്, അതുപോലെ ഹെയറിൻ്റെ തുമ്പ് ഒന്ന് ചെറുതായിട്ട് വെട്ടിച്ചോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം എന്താ, ഞങ്ങൾ ഗുരുവായൂരിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോവുകയാണ്, ഒന്ന് തൊഴുത് വരാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒന്ന് തൊഴുതു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഇതാ ഒരു ജ്യൂസൊക്കെ കുടിക്കുകയാണ്. നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസാണ് കേട്ടോ, പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ ഉച്ചത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനിയിപ്പോൾ ഇതാ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെയാണ് കല്യാണം ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കിനി വെഡ്ഡിങ് വ്ളോഗൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു.